നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോടും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോടും പങ്കുവെക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, 2025 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ശനിയാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറിയാണ് നറുക്കെടുക്കുക. അപ്പോൾ അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണല്ലോ നെറുക്കെടുപ്പ്. എല്ലാവർക്കും അറിയാമല്ലോ നെറുക്കെടുപ്പിന്റെ സമയമൊക്കെ. അപ്പോൾ കാരുണ്യ ലോട്ടറിയാണ് നെറുക്കെടുക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാരുണ്യ ലോട്ടറിയെ സംബന്ധിച്ച് പറയുമ്പോൾ KM മാണി ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ അന്തരിച്ച മുൻ ധനകാര്യമന്ത്രി KM മാണി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ ലോട്ടറി. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കാരുണ്യ ലോട്ടറി. കാരുണ്യ ലോട്ടറിയുടെ വരവ്, വിറ്റുവരവിൽ നിന്നും കിട്ടുന്ന ആദായം ഈ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കുന്നു. ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്കൊക്കെ 70,000 രൂപ വരെ അന്നത്തെ കാലത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് കാരുണ്യ ലോട്ടറി. ആ കാരുണ്യ ലോട്ടറി പിന്നീട് അത് ഇടയ്ക്ക് വെച്ച് ഈ കാരുണ്യ പ്രവർത്തനമൊക്കെ നിർത്തലാക്കുകയും പിന്നെ വീണ്ടും തുടങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ പോക്കറ്റിൽ നിന്നും 50 രൂപ ഇരിക്കട്ടെ എന്നുള്ള മനസ്സോടുകൂടി ഒരു ടിക്കറ്റ് എടുക്കുവാൻ അവസരമുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനോടൊപ്പം കൈകോർക്കുക, സർക്കാരിൻ്റെ പദ്ധതിയിൽ പങ്കാളിയാകുക. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ നമ്മളിവിടെ 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ സർക്കാരിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കുചേരുകയാണെന്നുള്ള ആ മനോഭാവത്തോടു കൂടിയാണ് ടിക്കറ്റ് എടുക്കുന്നത്. അതിൽ നിന്നും നമുക്കൊരു ലോട്ടറി സമ്മാനം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടൊന്നുമല്ല. അങ്ങനെ സമ്മാനം ലഭിക്കും, അത് മറുവശം. എങ്കിലും അതൊക്കെ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്ന പോലെയാണ് സമ്മാനം ലഭിക്കുക എന്നുള്ളത്. പക്ഷെങ്കിൽ നമ്മൾ 50 രൂപ അടുത്ത ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് എന്തിനാണ്? നിർധനരായ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ധനസഹായം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളും പങ്കുചേരുന്നു. അപ്പോൾ 50 രൂപ കൊടുത്ത് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു. അതിന്റെ ലാഭം, വരുമാനം സർക്കാർ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നു. ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അല്ലാതെ നമ്മൾക്കിത് ലോട്ടറി ലോട്ടറി അടിക്കുമെന്നോ അടിക്കുകയല്ലെന്നോ എന്നുള്ള ചിന്താഗതിയിലല്ല എടുക്കുന്നത്. അപ്പോൾ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ അവസരം കൊടുക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ്. ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയും ഓരോ പേരിലുള്ള ടിക്കറ്റുകൾ വിറ്റഴിച്ച് കേരളത്തെ സുവർണ കേരളമാക്കി മാറ്റിയതിനു ശേഷം ശനിയാഴ്ച ദിവസം കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ വേണ്ടി ജനങ്ങൾക്കൊരു അവസരം കൊടുക്കുന്ന പദ്ധതിയാണ് കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി ടിക്കറ്റ്. അപ്പോൾ 50 രൂപ അടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്നവരോട് ഞാൻ പറഞ്ഞുതരാം, ഇന്ന ആളുകാർക്കാണ് ലോട്ടറി ടിക്കറ്റിന് ഭാഗ്യം ലഭിക്കുവാൻ സാധ്യത എന്നുള്ളത് പറഞ്ഞുതരാം. ആ ഒരു മനോഭാവത്തോടു കൂടി, അതായത് ഭാഗ്യം പ്രതീക്ഷിച്ച് ലോട്ടറി എടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നു ചേരുവാനുള്ള നാളുകാർ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്കുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് യോഗ്യതയുള്ള ദിവസമാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് യോഗ്യത ഉള്ള ദിവസമാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ്. അതുപോലെ തന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ സാധ്യത, ലോട്ടറി അടിക്കുവാൻ സാധ്യത. ചെറിയൊരു തുകയാണെങ്കിലും ഈ നാളുകാർക്ക് അടിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടിക്കണമെന്നില്ല. ഒരു നാളിൽ 10 ലക്ഷത്തിലധികം പേരുണ്ട്. ഗവൺമെന്റ് ആകെപ്പാടെ 3,000-4,000 സമ്മാനമാണ് കൊടുക്കുന്നത്. അപ്പം ഒരു നാളുകാർക്ക് 10 ലക്ഷം പേരും ടിക്കറ്റ് എടുത്താൽ അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളതെന്ന് അറിഞ്ഞ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. അല്ലാത്തവർ ഗവൺമെന്റിന്റെ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. പിന്നെ ഞാനിവിടെ പതിവ് പോലെ നമ്പറൊക്കെ ഉണ്ട്. ആ നമ്പറൊക്കെ ഇഷ്ടപ്പെട്ട നമ്പറൊക്കെ നോക്കി എഴുതിയെടുക്കുന്നെങ്കിൽ എഴുതിയെടുക്കുക.
താല്പര്യമില്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് വിടുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ടിക്കറ്റുകളൊക്കെ എടുത്ത് നിങ്ങൾ ഭാഗ്യം പരീക്ഷ നോക്കുക. പക്ഷെങ്കിൽ ഈ പറഞ്ഞ 4 കാരിൽ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ 4 അക്ക സംഖ്യകളും 6 അക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ 3 വരിക, 6 വരിക, 9 വരിക. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ ഉത്തമമാണ്, ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ 4 അക്ക സംഖ്യകളും 6 അക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ 3 വരിക, 6 വരിക, 9 വരിക, അങ്ങനെ വന്നാൽ ആ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.